പ്രവാസ ലോകത്തു നിന്നും ഉയർന്നു വരുന്ന ഒട്ടേറെ ടെലിഫിലിമുകളെക്കുറിച്ചും ഡോക്യുമെൻ്ററികളെക്കുറിച്ചും നേരത്തെ പല എപ്പിസോഡുകളിലും ഞങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ കഥകളും സംഭവങ്ങളുമാണ് ഓരോ സൃഷ്ടിക്കും പ്രമേയമാകുന്നത്. പ്രവാസികളുടെ ആശങ്കകളും വിഹ്വലതകളും നിത്യജീവിതവുമൊക്കെ ഇത്തരം ടെലിഫിലിമുകൾക്ക് വിഷയമാകുന്നു. ദുബായിലെ ഒരു കൂട്ടം യുവാക്കൾ രൂപം നൽകിയ ബാലൻസ് ബോയ് എന്ന വ്യത്യസ്തമായ ഒരു ടെലിഫിലിമിനെ കുറിച്ചാണ് ഇനി ഗൾഫ് ഫോക്കസിൽ. ഹോട്ടലുകൾക്ക് സമീപവും മാർക്കറ്റുകളിലും മൊബൈൽ ബാലൻസ് റീചാർജ് ഒരു ജോലിയായി കണ്ട് തുച്ഛമായ വരുമാനം സമ്പാദിക്കുന്നവരുണ്ട് ഈ പ്രവാസ ലോകത്ത്. ദുരിതങ്ങളാണ് പലരെയും ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് തള്ളിവിടുന്നത്. മൊബൈൽ ബാലൻസ് റീചാർജിലൂടെ ഉപജീവനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളിലൂടെ ഗൾഫ് ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് മിഴിത്തുറക്കുകയാണ് ഷിബു മുഹമ്മദ് ഒരുക്കിയ ബാലൻസ് എന്ന ഹ്രസ്വചിത്രം. പ്രവാസിയുടെ പ്രയാസങ്ങളൊക്കെയും ഈ ടെലിഫിലിം പറഞ്ഞു വെക്കുന്നു. ഹലോ പീറ്റേട്ടാ, ഇത് ഞാനാ. ആ എന്തടാ പീറ്റേട്ടാ, ഞാൻ ചോദിച്ചത് എന്തുട്ട്? എന്റെ പാസ്പോർട്ട്. ആ പാസ്പോർട്ട് അത് തരാടാ. നിന്റെ കടം വാങ്ങി 5000-500 തരാനില്ലേ? അതിങ്ങോട്ട് തന്നിട്ട് പാസ്പോർട്ട് കൊണ്ടുപോയിക്കോ. പീറ്റേട്ടാ, എന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നാളെയാ. അത് നടക്കാണ്ടായ എന്റെ കുഞ്ഞിന്റെ ജീവൻ തന്നെ കഷ്ടത്തിലോ. തന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷനുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പ്രവാസി മലയാളിയുടെ ദുരവസ്ഥയിലൂടെ സാധാരണ തൊഴിലാളികളുടെ ജീവിതഭാരങ്ങളിലേക്ക് ഷിബു മുഹമ്മദ് ക്യാമറ തിരിക്കുന്നു. നിങ്ങൾക്ക് തരാനുള്ള ബാക്കി കാശുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ 3 ദിവസമായിട്ട് വെറും വെള്ളവും കുടിച്ചോണ്ട ഞാൻ ഇവിടെ നിന്ന് ഈ പണിയാണ്. എന്റെ കയ്യിലിപ്പോ 230 ദിർഹംസ് ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ കൊണ്ടുവന്ന് തരാം. നിനക്കറിയാലോ, നിന്റെ വിസ തീർന്നിട്ട് ദിവസം കുറെ ആയിന്ന്. വിസ ഇല്ലാണ്ടാ നീ ഇവിടെ നിന്ന് ഈ കളിയെല്ലാം കളിക്കണേ. എനിക്കറിയാവുന്ന ഒരുപാട് സേഡിമാരുണ്ട് ഇവിടെ. ഞാനൊന്ന് മൂട്ടിയ അവരിപ്പൊ തന്നെ നിന്നെ പൊക്കും. ഒരർത്ഥത്തിൽ ഓരോ പ്രവാസി മലയാളിയുടെയും അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ബാലൻസ് എന്ന ചിത്രമെന്ന് ഷിബു മുഹമ്മദ് ഉറപ്പിച്ചു പറയുന്നു. ഒരു മൊബൈൽ ബാലൻസ് വിൽക്കുന്ന ഒരാൾ നമ്മളെ ഈ തെരുവോരങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ UAE-ലും പ്രവാസികളിൽ ഒരുപാട് സത്യത്തിൽ ലീഗലല്ല, എന്നാലും ആരും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ സ്ഥിരമായിട്ട് ഞാനിപ്പോൾ ഒരാളെ കാണുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് യാതൊരുവിധ ഒരു സന്തോഷം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എപ്പോഴും വെയിലത്തും മഞ്ഞത്തും എല്ലാം ഫുൾ ടൈം പുള്ളി അവിടെ ഉണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒരു ചെറിയൊരു പ്രചോദനം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബാലൻസ് വിൽക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഒരു ഷോർട്ട് ഫിലിംസ് ഒന്നും ഞാനിവിടെ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ അതെൻ്റെ മനസ്സിൽ കിടന്നു. ഓരോ പ്രവാസിയും കടൽ കടക്കുന്നത് ഒട്ടേറെ മോഹങ്ങളുമായിട്ടാണ്. ഇവിടെ അവർ ആടിത്തീർക്കുന്നത് പല കഥാപാത്രങ്ങളാണ്. ബാലൻസ് ബോയിയായും ക്ലീനിങ് തൊഴിലാളിയായും ബിസിനസ്സുകാരനുമൊക്കെയായി പലവിധ വേഷങ്ങൾ. എല്ലാറ്റിൻ്റെയും അന്തിമ ലക്ഷ്യം ഒന്നു തന്നെ: തനിക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള വക കണ്ടെത്തണം. ബാലൻസ് ബോയ് എന്ന ടെലിഫിലിം പറഞ്ഞു വെക്കുന്നതും ഇത്തരം ജീവൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഗൾഫിൽ പിറവിയെടുക്കുന്ന ഇത്തരം ടെലിഫിലിമുകൾ നിരവധി കലാകാരന്മാർക്ക് വലിയ അവസരമാണ് നൽകുന്നത്. സിനിമ എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഈ ചെറിയ സംരംഭങ്ങളൊക്കെയും പിറവിയെടുക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ പ്രവാസികളെന്ന് പറയുന്നത് അതിൽ മിക്ക ആൾക്കാരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ഇങ്ങനെ ഇത്രയും ടാലൻറ്റഡുള്ള ആൾക്കാർ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് പോലത്തെ ആൾക്കാർ വലിയൊരു ഭാഗ്യമാണ്. അപ്പം അതിൽ അഭിനയിക്കുക, പിന്നെ അതിൽ നിന്ന് ആൾക്കാർ അറിയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട് ഇതിൽ. പ്രവാസികളായ കലാകാരന്മാർ തന്നെയാണ് ബാലൻസിന്റെ അണിയറയിലും അരങ്ങത്തും. ഞങ്ങളെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വലിയൊരു പാഷനാണ് അഭിനയം. അല്ലെങ്കിൽ ഞാൻ ഈ ഷോർട്ട് ഫിലിം അഭിനയിച്ചതോടുകൂടി തന്നെ വലിയൊരു ഗ്രൂപ്പിന് ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. അത് തന്നെയാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്.
ബാലൻസ് എന്ന ടെലിഫിലിം ഇതിനകം നിരവധി ടെലിഫിലിം ഫെസ്റ്റുകളിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 100ഓളം സിനിമയിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് 100ഓളം സിനിമയിൽ നിന്നും 9 സിനിമ സ്ക്രീൻ ചെയ്ത് വോക്സ് ദേറ സിറ്റി സെൻറ്ററിലാണ് ഇത് സ്ക്രീൻ ചെയ്തത്. അതിലൊരു സിനിമ ഈ ബാലൻസ് ആയിരുന്നു. അതിൽ നമുക്ക് വളരെയേറെ ഒരു വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു.